ഹലോ ഓൾ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ പോലെ തന്നെ ചെയ്യാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഒരു 2-3 സെക്കൻഡ്സിൽ നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കൂ. എന്നിട്ട് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് നോക്കിപ്പോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആൻഡ് അപ്ലൈഡ് മൈക്രോബയോളജി ടോപ്പിക്സ് ആണ്. അപ്പം ഹെപ്പറ്റൈറ്റിസ് വൈറസിൽ നമ്മൾ ABCDE അതേപോലെ G പഠിച്ചു അല്ലേ? അപ്പൊ അതില് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ചോദിച്ചെപ്പോഴും കണ്ടിട്ടുള്ളത് ഒന്ന് അവരുടെ ജീനോം ചോദിക്കാറുണ്ട്. എന്താണ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ ചോദിക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് RNA ഓർ DNA വൈറസ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ചോദിക്കുന്നത് ഡയഗ്നോസിസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഏത് രീതിയിലാണ് ഡയഗ്നോസ് ചെയ്യാന്നുള്ളത് വരാറുണ്ട്. പിന്നെ സിംറ്റംസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ അപ്ലൈഡ് മൈക്രോബയോളജി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഏകദേശം നമുക്കൊരു 10 മാർക്കാണ് ആ സെക്ഷനിൽ നിന്ന് കിട്ടുന്നത്. അതില് സൂനോസിസ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ മൈക്രോബയോളജി ഓഫ് ഫുഡ്, വാട്ടർ, എയർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? മിൽക്ക്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മൈക്രോബയോളജി ടോപ്പിക് വന്നിട്ടുള്ള ഏതൊരു PSC എക്സാം എടുത്ത് നോക്കിയാലും നമുക്ക് ഈ വാട്ടറിൽ വരുന്ന ഈ കോളിഫോമിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ അതിന്റെ ഡിറ്റക്ഷൻ ടെക്നിക്സുകൾ ചോദിക്കാറുണ്ട്. അത് ഉറപ്പാണ്. അപ്പൊ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ സൂനോസിസ് എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ അത് ചിലപ്പോൾ ചോദിക്കും വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ ബാക്ടീരിയൽ സൂനോസിസ് അല്ലെങ്കിൽ വൈറൽ സൂനോസിസ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ആ അപ്ലൈഡ് മൈക്രോബയോളജി എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കുക, കമന്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ മാക്സിമം നോക്കണം. അപ്പൊ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹെപ്പറ്റൈറ്റിസ് A ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ, ഇതിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? ഫീക്കൽ ഓറൽ റൂട്ട്, കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടർ ഓഫ് ഐസ്, കാഷ്വൽ കോണ്ടാക്ട്, കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് ആനിമൽ, ടെമ്പറേച്ചർ ടൈം അബ്യൂസ്ഡ് ഫുഡ് where the virus was able to grow and multiply. ഇതിൽ ഏതാണ് ഹെപ്പറ്റൈറ്റിസ് എയുടെ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? ട്രാൻസ്മിഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആൻസർ ചെയ്യാൻ പറ്റുമോ? ഒന്ന് നോക്കിക്കേ. ഓക്കെ, സോ എന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ A ആണ് അല്ലെ? ഫീക്കൽ ഓറൽ റൂട്ട് ആണ്. അതേപോലെ കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടറിൽ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അത് ട്രാൻസ്മിഷൻ നടക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് A വൈറസ് എന്ന് പറയുന്നത് പിക്കോർന വൈറസ് ഫാമിലിയിൽ വരുന്നതാണ്, ജീനസ് ഹെപ്പാറ്റോ വൈറസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് വരുന്ന അതിന്റെ ജീനോം ആണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്, പോസിറ്റീവ് സെൻസ് ആണ്. ഓക്കെ, പോസിറ്റീവ് സെൻസ് ആയിട്ടുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് അതിനകത്ത് ഉള്ളത്. പിന്നെ only one serotype ആണ് ഇതിൽ വരുന്നത് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് എയുടെ പ്രത്യേകത അവർക്ക് ഒരേ ഒരു സെറോടൈപ്പ് ആണ് നോൺ ആയിട്ടുള്ളത്. ഇനി ട്രാൻസ്മിഷൻ ഫീക്കൽ ഓറൽ റൂട്ട്, പിന്നെ ഇഞ്ചക്ഷൻ ഓഫ് ഫീക്കലി കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ കണ്ടാമിനേറ്റഡ് വാട്ടർ. അപ്പൊ അതെല്ലാം കറക്റ്റ് ആൻസർ ആണ് അല്ലെ? പിന്നെ വാക്സിൻസ് പഠിച്ചു വെച്ചോളൂ. ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെച്ചോളൂ. ചിലപ്പോൾ നമുക്ക് കറണ്ട് ആയിട്ടുള്ള രീതിയിൽ അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് എയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, which of the following antigenic type of hepatitis B virus is present in the envelope? എൻവലപ്പിൽ ഉള്ളത് ഇതില് ഏതാണ്? ഏത് ആന്റിജൻ ആണ് അതിന്റെ എൻവലപ്പിലായിട്ട് കാണുന്നത്? ഔട്ടർ സർഫസിലാണെന്ന് കാണുന്ന
ആന്റിജൻ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? നമ്മൾ ക്ലാസ്സിൽ പഠിച്ച ഒരു ആന്റിജൻ ആണ് സർഫസ് ആന്റിജൻ. അപ്പൊ തന്നെ ഇതിന് ആൻസർ കിട്ടും അല്ലേ? ഏതാണ്? സർഫസിൽ കാണുന്നതാണ്. അപ്പൊ ഏതാ വരാ? ഇറ്റ് ഈസ് HbS Ag ആണ് അല്ലേ വരിക. അതാണ് സർഫസിലായിട്ട് വരുന്നത്. അപ്പൊ ഔട്ടർ മോസ്റ്റ് സർഫസ് ആന്റിജൻ എന്ന് പറയുന്നത് HbS Ag ആണ്, ആന്റിജൻ ആണ്. ആൻഡ് ഇനി ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ പറ്റി പറയുമ്പോൾ എന്താണ് നോക്കുക? അതിന്റെ ജീനോം ഏതാണെന്ന് നോക്കുക. ദാറ്റ് ഇസ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്റെ ജീനോം. ഇനി ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ലൈക്ക് ബ്ലഡ്, സിറം, സിമൻ, ബ്രസ്റ്റ് മിൽക്ക്, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ട്രാൻസ്മിഷൻ നടക്കാറുണ്ട്. ഓക്കെ, അതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. അല്ലെങ്കിൽ ഏതിലൂടെയൊക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ളത്? ഏതൊക്കെയാണ്? ബോഡി ഫ്ലൂയിഡ്സിന്റെ എക്സ്ചേഞ്ച് വഴി, അതായത് ബ്ലഡ്, സിറം, സെമൻ, പിന്നെ ബ്രസ്റ്റ് മിൽക്ക്. ചില സർക്കംസ്റ്റൻസിൽ മാത്രമാണ് സലൈവയിലൂടെ ഒക്കെ വരിക. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലൊക്കെയാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഇൻഫെക്ഷൻ നമ്മൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതാ നോക്കുക? ഫസ്റ്റ് മാർക്കർ എന്ന് പറയുന്നത് ഏതാണ്? ഈ സർഫസ് ആന്റിജൻ ആണ്. അത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അതായത് ഫസ്റ്റ് മാർക്കർ ആയിട്ട് വരുന്നത് ഈ സർഫസ് ആന്റിജൻ ആണ്. ഇനി സോളബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ കാണും, അതാണ് ഇ കേട്ടോ, അത് ഓർത്ത് വെച്ചോണം. HbEAg എന്ന് പറയുന്നത് ഇതാണ്, അതിന്റെ കോറിലുള്ള സോളബിൾ പ്രോട്ടീൻ ആണ്. ഓക്കെ, അതും അതിന്റെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫെക്ടിവിറ്റി ആൻഡ് റെപ്ലിക്കേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറാണ്. ചിലപ്പോൾ നമുക്ക് കുറച്ച് ഡെപ്തിലേക്കൊക്കെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതായത് ഡിറ്റക്ഷനിൽ ഈ മാർക്കർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെച്ചോളൂ. ഫസ്റ്റ് മാർക്കർ, അതായത് ബ്ലഡില് ഫസ്റ്റ് മാർക്കർ എന്ന് പറയുന്നത് ആഫ്റ്റർ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സർഫസ് ആന്റിജൻ ആണ്. പിന്നെ അതിന്റെ റെപ്ലിക്കേഷൻ ആൻഡ് ഇൻഫെക്ടിവിറ്റിന്റെ മാർക്കറായിട്ട് വരുന്നത് ഏതാണ്? HbEAg ആണ്. അതായത് കോറിലുള്ള പ്രോട്ടീൻ, സോളബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് അതിന്റെ മാർക്കറായിട്ട് കാണുക. പിന്നെ എപ്പോഴും ഓർക്കണം, റീസെന്റ് ഇൻഫെക്ഷന്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് IgM ആണ്. ആന്റിബോഡി IgM ആണ് റീസെന്റ് ഇൻഫെക്ഷന്റെ ഇൻഡിക്കേറ്റർ. വൈൽ IgG എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ഇൻഫെക്ഷൻ ആണ്. അത് ഏത് വൈറസിന്റെ ആയാലും നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ. അപ്പം IgM ആന്റി ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിൽ അത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പൊ അത് റീസെന്റ് ഇൻഫെക്ഷൻ ആണ്. എപ്പോഴും ഓർക്കുക, IgM എന്ന് പറയുമ്പോൾ റീസെന്റ് ഇൻഫെക്ഷൻ ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുക. IgG ആണ് പാസ്റ്റ് ഇൻഫെക്ഷനെ കാണിക്കുന്നത്. അത് ഏത് വൈറസിന്റെ കാര്യം, അതായത് ഹെപ്പറ്റൈറ്റിസിലെ ഏത് വൈറസ് എടുക്കുകയാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി ആന്റി ഹെപ്പറ്റൈറ്റിസ് BS വിത്തൗട്ട് അതർ സെറോളജിക്കൽ വൈറസ് മാർക്കർ എന്ന് പറയുന്നത് നമ്മളെ വാക്സിനേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. വേറെ ഒന്നും നമുക്ക് കാണിക്കുന്നില്ല, വേറെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഇല്ല, ജസ്റ്റ് ആന്റി ഹെപ്പറ്റൈറ്റിസ് ബി മാത്രമാണ് വരുന്നതെങ്കിൽ അതെന്താണ്? നമ്മൾ വാക്സിൻ കൊടുത്തതിന്റെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഡയഗ്നോസിസിൽ ഇതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയിൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് മാർക്കറായിട്ട് വരുന്നത് ഈ സർഫസ് ആന്റിജൻ ആണ്. പിന്നെ റെപ്ലിക്കേഷൻ ആൻഡ് ഇൻഫെക്ടിവിറ്റിയുടെ മാർക്കറായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതാണ്, സോളബിൾ പ്രോട്ടീൻ ഇൻ ദ കോർ ആണ്. പിന്നെ റീസെന്റ് ഇൻഫെക്ഷൻ ആണെങ്കിൽ ആന്റിബോഡി ഏതായിരിക്കും? IgM ആയിരിക്കും വരിക. പാസ്റ്റ് ഇൻഫെക്ഷൻ ആണെങ്കിൽ IgG ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following best describes the hepatitis C virus genome? ഹെപ്പറ്റൈറ്റിസ് സി വൈറസിന്റെ ജീനോമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിൽ ഏതാണ്? പറയാമോ? ഹെപ്പറ്റൈറ്റിസ് സി ആണ്. ഹെപ്പറ്റൈറ്റിസ് സി ഏതാണ്? അതൊരു RNA വൈറസ് ആണ്. സിംഗിൾ സ്റ്റാൻഡേർഡ് പോസിറ്റീവ് സെൻസ് RNA ആണ് കേട്ടോ. സിംഗിൾ സ്റ്റാൻഡേർഡ് പോസിറ്റീവ് സെൻസ് RNA ആണ് നമ്മളെ ഹെപ്പറ്റൈറ്റിസ് സി വൈറസിന്റെ ജീനോം. ജീനോം പഠിച്ചു വെച്ചോളൂ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ 6 എണ്ണത്തിന്റെ ജീനോം പഠിച്ചു വെച്ചേക്കണേ. ഇപ്പൊ സിംഗിൾ സ്റ്റാൻഡേർഡ് പോസിറ്റീവ് സെൻസ് RNA ആണ് ഹെപ്പറ്റൈറ്റിസ് സിയുടെ ജീൻ. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് സി നോക്കാം, സ്മോൾ ആണ്, എൻവലപ്ഡ് ആണ്,
പോസിറ്റീവ് സെൻസ് ആയിട്ടുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് അതിന് വരുന്നത്. ഫ്ലാവി വിറിഡെ ഫാമിലിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം എൻവലപ്ഡ് ആണ്, പോസിറ്റീവ് സെൻസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ആണ് ഉള്ളത്. സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പോസിറ്റീവ് സെൻസ് RNA ആണ് വരുന്നത്. ആൻഡ് ഇതൊരു ബ്ലഡ് ബോൺ വൈറസ് ആണ്. ബ്ലഡിലൂടെയാണ് അതിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പം ബ്ലഡ് ബോൺ ആയിട്ടുള്ള ഒരു വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് സി. ഇനി നമ്മൾ ഇതിന്റെ ടെസ്റ്റ്, അതിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ കൺഫർമേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ് ലൈക്ക് PCR പോലത്തെ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ് വെച്ചിട്ടായിരിക്കും അതിന്റെ കൺഫർമേഷൻ നമ്മൾ നടത്തുക. അതായത് ആ വൈറസ് ആണ് എന്ന് കൺഫേം ചെയ്യുന്നത് ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റുകൾ NAT വഴിയാണ് അതിന്റെ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ കൺഫർമേഷൻ നടത്തുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് സി വൈറസിന്റെ കൺഫർമേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ് വഴി, അതായത് PCR പോലത്തെ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ് വഴിയാണ് അതിന്റെ കൺഫർമേഷൻ നടത്തുന്നത്. ഇമ്പോർട്ടന്റ് ആണ് അത്. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് സിക്ക് ഇതുവരെ വാക്സിൻസ്, എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻസ് ഇല്ല. ഓക്കെ, അപ്പം എക്കും ബിക്കും ഉണ്ട്, അത് രണ്ടും പഠിച്ചു വെച്ചോളൂ. സിക്ക് എന്തായാലും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിൻ ഇല്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ? So next one, which of the following best describe the hepatitis D virus? ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസിനെ ബെസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇതില് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസിനെയാണ്. സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. എൻവലപ്ഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA virus independent of other virus. Enveloped single standard RNA virus that requires hepatitis B surface antigen for assembly. Non-enveloped double standard RNA virus transmitted by Aedes mosquitoes. Retrovirus that integrates into host genome causing chronic infection. ഇതിൽ ഏതാണ് ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്? ഒന്ന് നോക്കിക്കേ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. സ്റ്റേറ്റ്മെന്റ്സ് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് തന്നെ പോവുക. ഇതിൽ ആൻസർ പറയാമോ? ഏതായിരിക്കും വരിക? ഡിയുടെ ഒരു പ്രത്യേകത നമ്മൾ ക്ലാസ്സിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അതിനെ ഇൻഫെക്ട് ചെയ്യണമെങ്കിൽ ആര് വേണം? ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സർഫസ് ആന്റിജൻ വേണം. സോ അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എൻവലപ്ഡ് ആയിട്ടുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ഡി. ആൻഡ് അത് എന്തിനാവശ്യമാണ്? ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സർഫസ് ആന്റിജൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അസംബ്ലി ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. എൻവലപ്ഡ് ആയിട്ടുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ് ദാറ്റ് റിക്വയർസ് ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജൻ ഫോർ അസംബ്ലി. അപ്പൊ നമുക്ക് അതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ചോദിക്കാൻ ചാൻസ് ഉള്ളത് മാത്രമാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കൊവാലന്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കുലർ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെഗറ്റീവ് സെൻസ് RNA ജീനോമാണ് അവർക്ക് ഉള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. കൊവാലന്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കുലർ സിംഗിൾ സ്റ്റാൻഡേർഡ് നെഗറ്റീവ് സെൻസ് RNA ജീനോമാണ് ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസിനുള്ളത്. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഡിക്ക് ഇൻഫെക്ട് ചെയ്യണമെങ്കിൽ ഓൾറെഡി അവിടെ എന്തുണ്ടാവണം? ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടായിരിക്കണം. ഹെപ്പറ്റൈറ്റിസ് ബി വെച്ച് ഇൻഫെക്ട് ആയിട്ടുള്ള ഒരു പേഴ്സണിൽ മാത്രമാണ് ഹെപ്പറ്റൈറ്റിസ് ഡിക്ക് ഇൻഫെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിന്റെ ട്രാൻസ്മിഷനും നമ്മൾ ബ്ലഡിലൂടെ ഒക്കെ സംഭവിക്കും. അതേപോലെ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് വഴി ഉണ്ടാവാറുണ്ട്. നീഡിൽസ്, സിറിഞ്ച്, അത് ഇൻജക്ഷൻ എക്യുപ്മെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നത് വഴിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി ഹെപ്പറ്റൈറ്റിസ് ഡിനെ നമ്മൾ സാറ്റലൈറ്റ് വൈറസ് എന്ന് വിളിക്കാറുണ്ട്. അതിന് കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലോ സർവൈവ് ചെയ്യണമെങ്കിലോ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഔട്ടർ ഷെല്ലില് ആവശ്യമാണ്. അതായത് അതിന്റെ ആന്റിജൻ ആവശ്യമാണ്, പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ സാറ്റലൈറ്റ് വൈറസ് എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. സാറ്റലൈറ്റ് വൈറസ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ഡിനെ സാറ്റലൈറ്റ് വൈറസ് എന്ന് പറയുന്നു എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അത് പഠിച്ചു വെച്ചോളൂ.
ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് യൂസ് ചെയ്യുന്ന ഏത് വാക്സിൻസ് യൂസ് ചെയ്താൽ അതുവഴി നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ഡി ഇൻഫെക്ഷനും പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അത്രയാണ് ഹെപ്പറ്റൈറ്റിസ് ഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, what is the typical incubation period for hepatitis E virus infection? ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ് ഇൻഫെക്ഷന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 1 to 3 days, 2 to 8 weeks, 6 to 12 months, 10 to 14 days. അപ്പം ടിപ്പിക്കൽ ആയിട്ടുള്ള ഇൻക്യുബേഷൻ പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1 to 3 days, 2 to 8 weeks, 6 to 12 months, 10 to 14 days. ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്ന അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഇസ് 2 to 8 weeks ആണ് വരുന്നത്. 2 to 8 weeks. ഇനി ഹെപ്പറ്റൈറ്റിസ് സി വൈറസിനെ പറ്റി നമുക്ക് നോക്കാം. ഓർത്തോ ഹെപ്പെ വൈറസ് എന്നുള്ള ഫാമിലി ജീനസിലാണ് വരുന്നത്. ഫാമിലി ഹെപ്പെ വിരിഡയാണ്. അപ്പൊ ആ ഫാമിലി ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഇനി ഇതിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ നോൺ എൻവലപ്ഡ് ആണ്, ഇക്കോസാഹെഡ്രൽ ആണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, പോസിറ്റീവ് സെൻസ് ആയിട്ടുള്ള RNA ആണ്. അപ്പൊ നോൺ എൻവലപ്ഡ് ആണ്, ഇക്കോസാഹെഡ്രൽ ആണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് പോസിറ്റീവ് സെൻസ് RNA ജീനോം ആണ് അതിന് വരുന്നത്. ഇനി ഇവർക്ക് 4 ജീനോടൈപ്പ് ആണ് വരുന്നത്. ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 4 ജീനോടൈപ്പ് ആണ് വരുന്നത്. ജീനോടൈപ്പ് 1, 2, 3 ആൻഡ് 4. ഈ 4 ജീനോടൈപ്പ് ആണ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസിൽ വരുന്നത്. അതിൽ 3 and 4 ഹെപ്പറ്റൈറ്റിസ് ഈ വൈറസ് ജീനോടൈപ്പ് 3 and 4 എന്ന് പറയുന്നത് സൂനോട്ടിക് ആണ്. സൂനോട്ടിക് ആണ് കേട്ടോ. അത് പഠിച്ചു വെച്ചോളൂ. സൂനോട്ടിക് ആണ്. നമുക്ക് സൂനോസിസ് ഉള്ളത് കൊണ്ട് തന്നെ അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഹെപ്പറ്റൈറ്റിസിന്റെ ഈ വൈറസ് ജീനോടൈപ്പ് 3 and 4 ആണ് സൂനോട്ടിക് ആയിട്ട് വരുന്നത്. ഇനി ഇവരുടെ ട്രാൻസ്മിഷൻ ഫീക്കൽ ഓറൽ റൂട്ട് ആണ്. അതേപോലെ കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെയാണ് അത് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇനി ഫീക്കലി ട്രാൻസ്മിറ്റഡ് സൂനോട്ടിക് ഇൻഫെക്ഷൻ കൂടിയാണ് എന്ത്? ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്. ഇനി സിംറ്റമാറ്റിക് ആയിട്ടുള്ള കേസസിൽ അവരുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 to 8 weeks ആണ്, വിത്ത് എ മീൻ ഓഫ് 14 days ആണ്. മെയിൻ റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് ഒരു 14 days ആണ് ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത്. ആ ഇൻക്യുബേഷൻ പീരീഡ് നോക്കോളൂ. ഇനി അക്യൂട്ട് കേസസ് വരുന്ന സമയത്ത് അവര് എന്ത് കാണിക്കാറുണ്ട്? പോസിറ്റീവ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസിന്റെ ആന്റിജൻസ് ആന്റിബോഡി കാണിക്കും, IgM കാണിക്കും. അതേപോലെ എലിവേറ്റഡ് ലിവർ എൻസൈംസ് കാണിക്കും. പോസിറ്റീവ് RNA കാണിക്കും. ഹെപ്പറ്റൈറ്റിസ് സി വൈറസിന്റെ RNA നമ്മളുടെ ബ്ലഡിൽ കാണിക്കും. ഇനി പാസ്റ്റ് എക്സ്പോഷർ ആണെങ്കിൽ എപ്പോഴാണ് വരിക? IgG ആയിരിക്കും അവിടെ പോസിറ്റീവ് ആയിട്ട് വരിക. IgM അവിടെ നെഗറ്റീവ് ആയിരിക്കും. ലിവർ എൻസൈംസ് നോർമൽ ആയിരിക്കും. ഓക്കെ, അത് പഠിക്കുക. ചിലപ്പോ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പാസ്റ്റ് അക്യൂട്ട് കേസസിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്, പാസ്റ്റ് എക്സ്പോഷറിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഏതാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇവരുടെ വാക്സിൻസ് എന്ന് പറയുന്നത് ഹെക്കോളിൻ ആണ് കേട്ടോ. അത് ചൈനയിലുള്ളതാണ് ഹെക്കോളിൻ. പിന്നെ ഇന്ത്യയിലും ഉണ്ട്. ഹെവ്റെവാക് ആണ് ഇന്ത്യയിലുള്ളത്. അത് ഓഗസ്റ്റ് 2025 ലോഞ്ച് ചെയ്തത്. കറണ്ട് അഫയർ ആയിട്ട് ഇത് ചോദിക്കാം. മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ളതുകൊണ്ട് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് പഠിച്ചോളൂ. ഇത് ഉറപ്പായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇറ്റ്സ് എ റീകോമ്പിനന്റ് വാക്സിൻ ആണ്. ഓക്കെ, ഇനി ഹെപ്പറ്റൈറ്റിസ് ജി വൈറസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് ജി വൈറസ് ബിലോങ്സ് ടു വിച്ച് ഫാമിലി? ഏത് ഫാമിലിയിലാണ് ഹെപ്പറ്റൈറ്റിസ് ജി വൈറസ് വരുന്നത്? ഹെപ്പാറ്റിന വിരിഡെ, ഫ്ലാവി വിരിഡെ, കൊറോണ വിരിഡെ, കാലിസി വിരിഡെ. ഇതിൽ ഏതിലാണ് ഹെപ്പറ്റൈറ്റിസ് ജി വൈറസ് വരുന്നത്? ഫാമിലി ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇറ്റ് ഈസ് ഫ്ലാവി വിരിഡയിലാണ് ഹെപ്പറ്റൈറ്റിസ് ജി വൈറസ് വരുന്നത്. അപ്പം ഇവരുടെയും പ്രത്യേകതകളെല്ലാം പഠിച്ചോളൂ. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് ജി വൈറസ്, ഓൾസോ നോൺ ആസ് GB വൈറസ് സി. ആൻഡ് ഇതൊരു എൻവലപ്ഡ് ആയിട്ടുള്ള വൈറസ് ആണ് കേട്ടോ. എൻവലപ്ഡ് ആണ്, പോസിറ്റീവ് സെൻസ് ആണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് വരുന്നത്. സിംഗിൾ സ്റ്റാൻഡേർഡ് പോസിറ്റീവ് സെൻസ് RNA ആണ് ഇവർക്ക് വരുന്നത്. ഫാമിലി ഫ്ലാവി വിരിഡെ.
ഇനി ഇതിന്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഉണ്ടാവാറുണ്ട്. ഷെയറിംഗ് ഓഫ് കണ്ടാമിനേറ്റഡ് നീഡിൽസ് ഓഫ് സിറിഞ്ച്, നോൺ സ്റ്റെറൈൽ എക്യുപ്മെന്റ്സ് ഫോർ ടാറ്റൂസ്, പിയർസിംഗ്, അക്യുപഞ്ചർ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ വഴി ഈ ട്രാൻസ്മിഷൻ നടക്കാറുണ്ട്. ആൻഡ് അപ്രൂവ്ഡ് വാക്സിൻസ് ഒന്നും ഹെപ്പറ്റൈറ്റിസ് ജി വൈറസിന് ഇല്ല. അപ്പൊ ഇത്രയാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ ഈ ഒരു സെക്ഷനിൽ? ഇതിൽ നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് വൈറസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ ജീനോം, ഫാമിലി, പിന്നെ റെപ്ലിക്കേഷൻ നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല, അതുകൊണ്ട് അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ബട്ട് ജീനോമും ഫാമിലിയും അവരുടെ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ മോസ്റ്റ് റീസെന്റ് ആയതുകൊണ്ട് തന്നെ ഈ നമ്മളെ ഈയുടെ വാക്സിൻ ഇല്ലേ ഇന്ത്യയുടെ, അത് പഠിച്ചു വെച്ചോളൂ. പിന്നെ ഡയഗ്നോസിസ് നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു 6 വൈറസും കൂടെ ചേർത്ത് ഒരു 2 ക്വസ്റ്റ്യൻ. അപ്പൊ അതിലെ ഡയഗ്നോസിസ് പഠിച്ചു വെച്ചോളൂ. പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഇൻഫെക്ഷന്റെ ഡയഗ്നോസിസ് അതെല്ലാം ഒന്ന് നന്നായിട്ട് നോക്കി വെച്ചോളൂ. എല്ലാത്തിന്റെയും ഡയഗ്നോസിസ് ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രക്ചർ, ജീനോം, ഓക്കെ, അതെല്ലാം നന്നായിട്ട് നോക്കി വെച്ചേക്കൂ. അതാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ. ഇനി നമുക്ക് അപ്ലൈഡ് മൈക്രോബയോളജിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ടെക്നിക് ഇസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ വാട്ടർ സാമ്പിൾ? വാട്ടർ സാമ്പിളില് മൈക്രോ ഓർഗാനിസത്തിനെ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ഈ തന്നിരിക്കുന്നത് മോസ്റ്റ് കോമൺ ടെക്നിക്. ഓക്കെ, വെരി ഗുഡ്. ഗ്രാം സ്റ്റെയിനിങ്, മെംബ്രെയിൻ ഫിൽറ്റർ ടെക്നിക്, സ്ട്രീക്ക് പ്ലേറ്റ് മെത്തഡ്, PCR ടെക്നിക്. ഓക്കെ, കറക്റ്റ് ആണ്. ഗംഗ പറഞ്ഞ കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഇസ് മെംബ്രെയിൻ ഫിൽറ്റർ ടെക്നിക്. അപ്പൊ ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ മെംബ്രെയിൻ ഫിൽറ്റർ ടെക്നിക് ആണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. മൈക്രോബിയൽ ഇൻഡിക്കേറ്റർ, ഫീക്കൽ ഇൻഡിക്കേറ്റർ ആണ് ചോദിക്കാറുണ്ട്. കോളിഫോം ബാക്ടീരിയ വരുന്നുണ്ട്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആ ഫീക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം പഠിച്ചോളൂ. ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കൈ ഉണ്ട്, അനേറോബിക് ബാക്ടീരിയ, ബാക്ടീരിയോഫേജസ്, ഇതെല്ലാം കോമൺ ആയിട്ടുള്ള മൈക്രോബിയൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ് ആണ്. ഇനി ഇതിന്റെ ഡിറ്റക്ഷന് വേണ്ടി, അതായത് വാട്ടറിലുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ മൈക്രോബിയൽ കണ്ടന്റ് ഡിറ്റക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട്, എംബിയൻ ടെസ്റ്റ്, നമ്മൾ പ്രിസംറ്റീവ് ടെസ്റ്റുകളൊക്കെ പഠിച്ചില്ലേ, അതെല്ലാം പഠിച്ചു വെച്ചോളൂ. മെംബ്രെയിൻ ഫിൽട്രേഷൻ. ഓക്കെ, ഇത് ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ക്ലാസ്സിൽ പഠിച്ച എല്ലാം ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്ലൈഡ് മൈക്രോബയോളജി ഇസ് വെരി ഇമ്പോർട്ടന്റ്. 10 മാർക്കാണ് ഇതിൽ വരുന്നത്. ഓരോ ഏരിയന്ന് നമുക്ക് 2 മാർക്കിന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. സോ ഇത് ഓർത്തു വെച്ചോളൂ. ആ കോളിഫോം ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണേ. ദ മെഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. എന്തിനു വേണ്ടിയാണ് മെഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഡിറ്റർമൈനിങ് ദ ഫാറ്റ് കണ്ടന്റ് ഓഫ് മിൽക്ക്, എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ ബാക്ടീരിയൽ ലോഡ്, ഡിറ്റക്ടിങ് മാസ്റ്റിച്ചസ്, മെഷറിംഗ് പാസ്ചറൈസേഷൻ എഫിഷ്യൻസി. വെരി ഗുഡ്. ഇറ്റ് ഇസ് എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ ബാക്ടീരിയൽ ലോഡ്. ടോട്ടൽ ബാക്ടീരിയൽ ലോഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്, അതായത് MBR ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മിൽക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന മൈക്രോബയോളജി കാര്യങ്ങൾ നോക്കാം. മിൽക്കിൽ കാണുന്ന ആസിഡ് ഫോം ബാക്ടീരിയാസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചോളൂ. ആൽക്കലി ഫോമിംഗ് ബാക്ടീരിയ ഉണ്ട്, ക്യാസ് ഫോമിംഗ് ബാക്ടീരിയ മിൽക്കിൽ കാണും നാച്ചുറലി. പിന്നെ പ്രോട്ടിയോലിറ്റിക് ബാക്ടീരിയ ഉണ്ട്, ലിപ്പോലിറ്റിക് ബാക്ടീരിയ വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് മൈക്രോബിയൽ കണ്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. വയബിൾ കൗണ്ട് നോക്കും. അപ്പൊ അതിനകത്ത് ലിവിങ് സെൽസിന്റെ എണ്ണമാണ് നമുക്ക് ഈ വയബിൾ കൗണ്ട് വെച്ചിട്ട് കിട്ടുക. ഓക്കെ, പിന്നെ കോളിഫോം ബാക്ടീരിയക്കുള്ള ടെസ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഉള്ള, അതേപോലെ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ഈ മെഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഡൈ റിഡക്ഷൻ ടെസ്റ്റ് എന്ന് വിളിക്കും. അതായത് മെഥിലിൻ ബ്ലൂ ഒരു ഡൈ അല്ലേ, അപ്പൊ ആ ഡൈ റിഡക്ഷൻ ടെസ്റ്റുകൾ ചെയ്യും. അതിലാണ് ഈ മെഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് വരുന്നത്. എത്രത്തോളം പെട്ടെന്നാണ് ആ മെഥിലിൻ ബ്ലൂവിന്റെ കളറ് വൈറ്റ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് നോക്കുക. പെട്ടെന്ന് മാറുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് മൈക്രോബിയൽ കണ്ടന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് പോകുന്നതെങ്കിൽ മൈക്രോബിയൽ കണ്ടന്റ് അധികം ഇല്ല എന്നാണ് അർത്ഥം. അതേപോലെ വരുന്ന ഒരു ഡൈ റിഡക്ഷൻ ടെസ്റ്റ് ആണ്
റെസിസുറിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. ഫോസ്ഫറ്റേസ് ടെസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ പാസ്ചറൈസേഷൻ എഫിഷ്യൻസി നോക്കാൻ വേണ്ടി ഈ ഫോസ്ഫറ്റേസ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ചിലപ്പോ ആ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ടർബിഡിറ്റി ടെസ്റ്റ് നോക്കും. ഇത് ഇത്രയാണ് മിൽക്കിന്റെ മൈക്രോബിയൽ കണ്ടന്റ് നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ. What is the most common method for the microbiological sampling of air by allowing particle to fall onto a nutrient medium? Infiltration, impaction, settle plates or sedimentation, liquid impingement. ഏതാന്ന് പറയാമോ? ഇതും നമ്മൾ എയറിലുള്ള മൈക്രോബിയൽ കണ്ടന്റ് നോക്കാൻ വേണ്ടിയാണ്. അതായത് ന്യൂട്രിയൻ മീഡിയത്തിലേക്ക് നമ്മൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പൊ ഈ പാർട്ടിക്കിൾസ് അതിൽ ഫോളോ ചെയ്തേക്കും. ഓക്കെ, വെരി ഗുഡ്. ദാറ്റ് ഈസ് സെറ്റിൽ പ്ലേറ്റ്സ് ഓർ സെഡിമെന്റേഷൻ. അതാണ് ആ ഒരു ടെക്നിക്ക്. ഇപ്പൊ രണ്ട് ടെക്നിക്കാണ് നമ്മൾ മെയിൻ ആയിട്ടും എയറിന്റെ കണ്ടന്റ് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുക. മൈക്രോബിയൽ ഗ്രോത്ത് നടത്താൻ വേണ്ടി നമ്മൾ മീഡിയം എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്ത് വെക്കും. ഏത് ഏരിയയിലാണോ അവിടെ കൊണ്ടുപോയി ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പൊ എന്ത് പറ്റും? പാർട്ടിക്കിൾസ് എല്ലാം ഈ ന്യൂട്രിയൻ മീഡിയത്തിൽ ചെന്ന് സെറ്റിൽ ചെയ്യും. അതാണ് സെഡിമെന്റേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സെറ്റിൽ പ്ലേറ്റ് മെത്തേഡ്. പിന്നെ സ്ലിറ്റ് സാമ്പിളേഴ്സും നമ്മൾ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യും. അപ്പൊ ഇത് രണ്ടുമാണ് എയറിന്റെ മൈക്രോബിയൽ കണ്ടന്റ് നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സെഡിമെന്റേഷൻ മെത്തേഡ് ഓർ സെറ്റിൽ പ്ലേറ്റ് മെത്തേഡ് ആൻഡ് സ്ലിറ്റ് സാമ്പിൾ. Which of the following is an example of a parasitic zoonotic disease? പാരസൈറ്റിക് സൂണോട്ടിക് ഡിസീസിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഇതിലെ ഏതാണ്? ഓക്കെ, പ്ലേഗ്, ടോക്സോപ്ലാസ്മോസിസ്, എബോള, ക്യൂ ഫീവർ. ഇതിലേതാണ്? വെരി ഗുഡ്, ഇറ്റ് ഈസ് ടോക്സോപ്ലാസ്മോസിസ് ആണ് പാരസൈറ്റിക് സൂനോസിസിന് എക്സാമ്പിൾ. അപ്പം എക്സാമ്പിൾസ് ആയിരിക്കും നിങ്ങൾ കൂടുതൽ ചോദിക്കും കേട്ടോ. ഇത് എക്സാമ്പിൾസ് ആണ് മെയിൻ ആയിട്ടും ഈ സൂനോസിസ് നിന്ന് ചോദിക്കുന്നത്. പാരസൈറ്റിക്, ഫംഗൽ, അങ്ങനത്തെ രീതിയിലുള്ള എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോളൂ. പാരസൈറ്റിക്കിൽ ടോക്സോപ്ലാസ്മോസിസ് ഉണ്ട്, ഗിയാർഡിയാസിസ് ഉണ്ട്, ക്രിപ്റ്റോസ്പോറിഡിയാസിസ് ഉണ്ട്, ട്രൈക്കനലോസിസ്, ചഗാസ് ഡിസീസ്. ഇതെല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. എക്സാമ്പിൾസ് അങ്ങ് പഠിച്ചാൽ മതി. നിങ്ങൾ ഈ സ്ലൈഡ് അങ്ങ് പഠിച്ചാലും മതി കേട്ടോ. പിന്നെ റിക്കറ്റ്സിയൽ സൂനോസിസ് ഉണ്ട്, ക്യൂ ഫീവർ ആൻഡ് സ്ക്രബ് ടൈഫസ്. വൈറൽ സൂനോസിസ് ഉണ്ട്, റാബിസ്, ഏവിയൻ ഇൻഫ്ലുവൻസ, എബോള, ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ, നിപ്പ. ഇതൊക്കെ നമുക്ക് വൈറൽ സൂനോസിസിനായിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മള് കോവിഡ്, ഓക്കെ, അതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ആണോ? ഓക്കെ, പിന്നെ ഫംഗൽ സൂനോസിസ് ആണ്. അത് ടീനിയ ഓർ റിംഗ് വോം ഇൻഫെക്ഷൻസ് വരും, പ്ലാസ്റ്റോമൈക്കോസിസ് വരും, ആസ്പെർജിലോസിസ്, ക്രിപ്റ്റോകോക്കോസിസ്, അതൊക്കെയാണ് മെയിൻ ആയിട്ടും വരുന്നത്. അപ്പം എക്സാമ്പിൾസ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതായത് ഏതിന്റെ ആണോ അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോളൂ. പിന്നെ ബാക്ടീരിയൽ സൂനോസിസ്, ആന്ത്രാക്സ്, ട്യൂബർക്കുലോസിസ്, ബ്രൂസലോസിസ്, ലെപ്രസി, ഇതൊക്കെ ബാക്ടീരിയൽ സൂനോസിസിൽ വരുന്നതാണ്. ഇപ്പൊ സൂനോസിസില് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എക്സാമ്പിൾ. പിന്നെ നമ്മളെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത അത് പഠിക്കാം. സോ എക്സാമ്പിൾസ് നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ സൂനോസിസ് കോൾഡ് വെൻ ദേ ആർ മെയിൻറ്റൈൻഡ് ഇൻ നേച്ചർ ബൈ ബോത്ത് വേർട്ടിബ്രേറ്റ്സ് ആൻഡ് ഇൻവേർട്ടിബ്രേറ്റ് ഹോസ്റ്റ്. അവിടെ വേർട്ടിബ്രേറ്റ് ആൻഡ് ഇൻവേർട്ടിബ്രേറ്റ് ഹോസ്റ്റ് വരും. അങ്ങനെയുള്ള സൂനോസിസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇതിലെ ഏതാണ്? ഈ ക്ലാസിഫിക്കേഷനിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ വരുന്നത്. പറയാൻ പറ്റുമോ? അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ദേ നീഡ് എ വെർട്ടിബ്രേറ്റ് ഹോസ്റ്റ് ആൻഡ് ഇൻവേർട്ടിബ്രേറ്റ് ഹോസ്റ്റ്. അതാണ് മീനിങ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും വരിക? അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഓപ്ഷനിൽ അനുസരിച്ച് അത് ഏതാ വരിക? ഓക്കെ, കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് മെറ്റാസൂനോസിസ് ആണ് കേട്ടോ. മെറ്റാസൂനോസിസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് അതിന്റെ ഡെഫിനിഷൻ പഠിച്ചോളൂ. പിന്നെ ഇപ്പൊ PSCക്ക് കുറച്ച് ഡെഫിനിഷൻസിനോട് ഭയങ്കര ആഗ്രഹം അല്ലെങ്കിൽ ചോദിക്കാൻ ആഗ്രഹമുള്ള ടോപ്പിക്കാണ്. പല ക്വസ്റ്റ്യൻസിലും ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഇപ്പൊ ഡെഫിനിഷൻസ് ചോദിക്കാറുണ്ട്.
അതായത് വാട്ട് ഈസ് എന്നുള്ള രീതിയിൽ തന്നിട്ട് അതിന്റെ ഡെഫിനിഷൻസ് കൊടുക്കും. ഇതിൽ ഏതാണ് കറക്റ്റ്? ഒരു ക്വസ്റ്റിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഡെഫിനിഷൻ പഠിച്ചിട്ട് പോവുക. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും ആ ഒരു ഡെഫിനിഷൻ വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഡയറക്റ്റ് സൂനോസിസ് പഠിച്ചു അല്ലെ, ഓർത്തോസൂനോസിസ് എന്നുള്ളത്. അതെന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ എന്ത് പറ്റും, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളിൽ നിന്ന് നേരെ ട്രാൻസ്മിഷൻ നടക്കുന്നതാണ് ഡയറക്റ്റ് സൂനോസിസിൽ വരുന്നത്. സൈക്ലോസൂനോസിസ് ഉണ്ട്. അവിടെ എന്തായിരിക്കും, ഒരു വേർട്ടിബ്രേറ്റ് സ്പീഷീസ്, ഒന്നിൽ കൂടുതൽ വേർട്ടിബ്രേറ്റ് സ്പീഷീസ് അവിടെ ഉണ്ടായിരിക്കും. ബട്ട് ഇൻവേർട്ടിബ്രേറ്റ് സ്പീഷീസ് അവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹോസ്റ്റ് അവിടെ ഉണ്ടാവില്ല. ഫെറോസൂനോസിസ് ഓൾസോ നോൺ ആസ് മെറ്റാസൂനോസിസ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അവർക്ക് എന്താണ് ആ ഒരു ട്രാൻസ്മിഷൻ എന്ത് ആവശ്യമാണ്, അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ they requires a vertebrate host and invertebrate host. പിന്നെ സാപ്രോസൂനോസിസ് ഉണ്ട്. അവിടെ വേർട്ടിബ്രേറ്റ് ഹോസ്റ്റ് ഉണ്ട്, പക്ഷെ അവർ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഒരു ഇൻഅനിമേറ്റ് ആയിട്ടുള്ള ഒരു പോർഷനും കൂടി വേണ്ടി വരും. ഇൻഅനിമേറ്റ് ആയിട്ടുള്ള ഒരു പോർഷനും കൂടെ വരും. എൻവയോൺമെന്റ്, സോയിൽ, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം അവർക്ക് ആവശ്യമായിട്ട് വരും. ഇൻഅനിമേറ്റ് ആയിരിക്കും. ഇനി ആന്ത്രോപോസൂനോസിസ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആനിമൽസിൽ നിന്ന് ഹ്യൂമൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ആന്ത്രോപോസൂനോസിസ് എന്ന് പറയുന്നത്. സോ ആന്ത്രോപോനോസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹ്യൂമൻസിൽ നിന്ന് ആനിമൽസിലേക്ക് കിട്ടുന്നതായിരിക്കും അത്. ഓക്കെ, സോ ദോസ് ഡിസീസ് ദാറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ടു ആനിമൽസ് ഫ്രം ഹ്യൂമൻസ്, അതാണ് സൂ ആന്ത്രോപോനോസിസ്. അപ്പം ആന്ത്രോപോസൂനോസിസ് ഉണ്ട്, സൂ ആന്ത്രോപോനോസിസും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചേക്കാം. ആംഫിസൂനോസിസ് ഉണ്ട്. അത് എങ്ങനെ രീതിയിലും, എനി ഡയറക്ഷൻ, അനിമലിൽ നിന്ന് ഹ്യൂമനിലേക്ക് വരാം, ഹ്യൂമനിൽ നിന്ന് അനിമലിലേക്ക് വരാം, ഏത് രീതിയിലും വരാം. ഓക്കെ, അതാണ് ആംഫിസൂനോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is a key component of descriptive epidermology? Descriptive epidermologyയുടെ കീ കമ്പോണൻസ് ഏതൊക്കെയാണ്? Comparing cases and control to calculate an odds ratio, organizing data by time, place and person, testing the hypothesis in a laboratory, interviewing only the first patient. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡെർമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ കീ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്നതിൽ ഏതാന്ന് പറയാമോ? ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡെർമോളജി എന്ന് പറയുമ്പോൾ വെരി ഗുഡ്, ഇറ്റ് ഈസ് ഓർഗനൈസിംഗ് ഡേറ്റ ബൈ ടൈം, പ്ലേസ് ആൻഡ് പേഴ്സൺ ആണ്. ഇറ്റ് ഈസ് ഓർഗനൈസിംഗ് ഡേറ്റ ബൈ ടൈം, പ്ലേസ് ആൻഡ് പേഴ്സൺ ആണ് ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡെർമോളജി എന്ന് പറയുന്നത്. അത് ഇതിനകത്ത് വരുന്നതാണ്. നമ്മൾ ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ പഠിച്ചാണല്ലേ, ഒരു ഔട്ട് ബ്രേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സിൽ ഉള്ളതാണ് അത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിപ്പയർ ഫോർ ഫീൽഡ് വർക്കാണ്. റിസർച്ച് സപ്ലൈസും റിക്വയർമെന്റ്സും എക്യുപ്മെന്റ്സും അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ്സും ഒക്കെയാണ് ആ പ്രിപ്പയർ ഫോർ ഫീൽഡ് വർക്കിൽ വരുന്നത്. പിന്നെ എസ്റ്റാബ്ലിഷ് ദ എക്സിസ്റ്റൻസ് ഓഫ് ആൻ ഔട്ട് ബ്രേക്ക്, അവിടെ ഔട്ട് ബ്രേക്ക് ഉണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ വെരിഫൈ ദ ഡയഗ്നോസിസ്, ഡയഗ്നോസ് ചെയ്യുമ്പോൾ എല്ലാം ഈ ഔട്ട് ബ്രേക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ എന്ന് വെരിഫൈ ചെയ്യാം. ഇനി കേസ് ഡെഫിനിഷൻ അത് കൺസ്ട്രക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്തത്. പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കേസസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിലെ ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യുക. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡെർമോളജി പെർഫോം ചെയ്യുക, അതായത് ടൈം, പ്ലേസ്, പേഴ്സൺ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹൈപ്പോത്തസിസ് കൊണ്ടുവരേണ്ടത്. അത് ഏജന്റ്, ഹോസ്റ്റ് ആൻഡ് എൻവയോൺമെന്റ്, അതിന്റെ റിലേഷൻ ആണ് അതിനകത്ത് നമ്മൾ ഹൈപ്പോത്തസിസ് ആയിട്ട് കൊണ്ടുവരുന്നത്. ഏതാണ് കോസേറ്റീവ് ഓർഗാനിസം, ആരെയാണ് ഇൻഫെക്ട് ചെയ്യുക, ഏതൊക്കെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അവിടെ ഫേവറബിൾ ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഈ ഹൈപ്പോത്തസിസിൽ വരുന്നത്. പിന്നെ ആ ഹൈപ്പോത്തസിസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ കേസ് നമ്മളെ ഹൈപ്പോത്തസിസ് റോങ് ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, റീകൺസിഡർ ചെയ്യണം, റീഫൈൻ ചെയ്യണം, റീഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യണം, അതായത് ലബോറട്ടറി ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് കമ്പയർ ചെയ്യുക. പിന്നെ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ മെഷേഴ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ സർവൈലൻസ് വേണം, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമ്മളെ ഫൈൻഡിങ്സ് പബ്ലിക് ആക്കുക എന്നുള്ളതാണ് അത്.
ഓക്കെ, ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷനിൽ എടുക്കുന്നത്. The epidemic curve, that is epi curve, is a histogram that shows dash the geographic location of cases, the age distribution of cases, the magnitude and time trend of the outbreak, the mortality rate of the disease. എന്താണ് ഈ എപ്പി കർവ് അല്ലെങ്കിൽ എപ്പിഡമിക് കർവ് എന്ന് പറയുന്നത്? ഓക്കെ, ഇറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ടൈം ട്രെൻഡ് ഓഫ് ദ ഔട്ട്ബ്രേക്ക് ആണ്. അതിന്റെ ഒരു ഗ്രാഫാണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? ഈ ഒരു എപ്പിഡമിക് കർവ് എന്ന് പറയാം, അല്ലെങ്കിൽ എപ്പി കർവ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഹിസ്റ്റോഗ്രാം that visualize or display the number of new cases in an outbreak over time. ടൈം വെച്ചിട്ട് എത്ര ന്യൂ കേസസ് ആണ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പൊ അവിടെ എക്സ് ആക്സിസിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? എക്സ് ആക്സിസിൽ നമ്മൾ ഡേറ്റ് ഓർ ടൈം ഓഫ് ഇൽനെസ് കൊടുക്കും. വൈ ആക്സിസിൽ നമ്മൾ എന്ത് കൊടുക്കും? നമ്പർ ഓഫ് കേസസ് അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അതാണ് എപ്പിഡെർമിക് കർവ് അല്ലെങ്കിൽ എപ്പി കർവ് എന്ന് പറയുന്നത്. What does triple packaging refer to in specific specimen transport? ട്രിപ്പിൾ പാക്കേജിങ് നമ്മൾ ചെയ്യാറുണ്ടല്ലോ സ്പെസിമെൻ ട്രാൻസ്പോർട്ടിന്റെ സമയത്ത്. അപ്പൊ അത് എന്താണ്? അതിന്റെ മീനിങ് എന്താണ്? എന്തുകൊണ്ടാണ് അത് മീൻ ചെയ്യുന്നത്? പാക്കേജിങ് എ ബോക്സ് ഇൻസൈഡ് എ ബാഗ്, ഇൻസൈഡ് എ ബാഗ്, എ സ്പെസിമെൻ കണ്ടെയ്നർ, സെക്കൻഡറി പാക്കേജിങ് ആൻഡ് എ റിജിഡ് ഔട്ടർ ഷിപ്പിംഗ് ബോക്സ് യൂസിംഗ് 3 different couriers, washing the sample 3 times. Okay, very good. അതേതാണ് കറക്റ്റ് ആൻസർ? ഇറ്റ് ഈസ് എ സ്പെസിമെൻ കണ്ടെയ്നർ. ഒരു പ്രൈമറി കണ്ടെയ്നർ ഉണ്ടാവും, പിന്നെ ഒരു സെക്കൻഡറി പാക്കേജിങ് കാണും, പിന്നെ അതിനെ കവർ ചെയ്തിട്ട് ഒരു റിജിഡ് ഔട്ടർ ഷിപ്പിംഗ് ബോക്സ് കാണും. അതുകൊണ്ടാണ് ഇതിനെ ട്രിപ്പിൾ പാക്കേജിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്പെസിമെൻ ട്രാൻസ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പിൾ പാക്കേജിങ് മസ്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പോ ട്രിപ്പിൾ പാക്കേജിങ്ങിൽ വരുന്നത് ഒരു പ്രൈമറി കണ്ടെയ്നർ കാണും, അത് വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള സ്ക്രൂ ക്യാപ്ഡ് ആയിട്ടുള്ള ട്യൂബ് അല്ലെങ്കിൽ വയാലായിരിക്കും നമ്മൾ പ്രൈമറി കണ്ടെയ്നർ ആയിട്ട് എടുക്കുക. ഇറ്റ് ക്യാൻ ബി എ ഫാൽക്കൺ ട്യൂബ് ഓർ ഡെഡിക്കേറ്റഡ് ട്രാൻസ്പോർട്ട് മീഡിയ സ്വാബ് സിസ്റ്റം ആയിരിക്കും. അതിനകത്താണ് നമ്മൾ സ്പെസിമെൻ വരുന്നത്. പിന്നെ നമ്മൾ ഇതിന് പുറമെ ഒരു അബ്സോർബൻ മെറ്റീരിയൽ വരും. അതായത് ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്ത് അതിനകത്തോട്ട് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു അബ്സോർബൻ മെറ്റീരിയൽ വെക്കും. ഒരു പേപ്പർ ടവൽ ആവാം അല്ലെങ്കിൽ ഒരു ക്ലോത്ത് പാഡിങ് ആയിരിക്കും കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത പാക്കേജിങ്ങിൽ വരുന്നത് സെക്കൻഡറി കണ്ടെയ്നർ ആണ്. ഡ്യൂറബിൾ ആയിട്ടുള്ള സീൽഡ് ആയിട്ടുള്ള ലീക്ക് പ്രൂഫ് റിസെപ്റ്റക്കിൾ വരുന്ന ഒരു കണ്ടെയ്നർ ആയിരിക്കണം ഈ സെക്കൻഡറി കണ്ടെയ്നർ എന്ന് പറയുന്നത്. അതിനുള്ളിലായിരിക്കും നമ്മൾ ഈ പ്രൈമറി കണ്ടെയ്നറും അബ്സോർബൻ മെറ്റീരിയലും കൂടെ പ്ലേസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി എ സീൽഡ് പ്ലാസ്റ്റിക് ബാഗ്, സിപ്ലോക്ക് പൗച്ച് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോക്സ് ആയിരിക്കും സെക്കൻഡറി കണ്ടെയ്നേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. ഇനി ഔട്ടർ പാക്കേജിങ്, അതാണ് നമ്മൾ റിജിഡ് ആയിട്ടുള്ള ഔട്ടർ ബോക്സ് അല്ലെങ്കിൽ കണ്ടെയ്നർ. അതെന്ത് ചെയ്യും? ബാക്കിയുള്ളതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വരുന്നതാണ്. ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫിസിക്കൽ ഇമ്പാക്റ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ ഔട്ടർ പാക്കേജിങ് വരുന്നത്. അതിൽ 4 foot ഡ്രോപ്പ് ടെസ്റ്റ് സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളതായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കേജിങ് എന്ന് പറയുന്നത്. തെർമോകോൾ ബോക്സ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹാർഡ് കാർഡ്ബോർഡ് ഒക്കെ ഇല്ലേ അതിന്റെ ബോക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ട്രിപ്പിൾ പാക്കേജിങ് എന്ന് പറയുന്നത്. അത് ഓരോന്നൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. പ്രൈമറി കണ്ടെയ്നർ, പിന്നെ ഒരു അബ്സോർബൻ മെറ്റീരിയൽ വെക്കും, സെക്കൻഡറി കണ്ടെയ്നർ ആൻഡ് ദ ഔട്ടർ പാക്കേജിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെസ്പിറേറ്ററി ഹൈജീൻ ഓർ കഫ് എറ്റിക്വറ്റ് includes dash. Wearing a mask only when coughing, covering your mouth with your hand when coughing, covering your mouth or nose with a tissue and disposing of it immediately, coughing into the air. ഇതിനാണ് നമ്മൾ റെസ്പിറേറ്ററി ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോളിൽ വരുന്നതാണിത്. അതെല്ലാം പഠിച്ചു വെച്ചോളൂ കേട്ടോ. അതൊക്കെ നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് വായിച്ച് പോകണം കേട്ടോ. നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ റെസ്പിറേറ്ററി ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, വെരി ഗുഡ്. ഇറ്റ് ഈസ് കവറിംഗ് യുവർ മൗത്ത് ഓർ നോസ് വിത്ത് എ ടിഷ്യൂ ആൻഡ് ഡിസ്പോസിംഗ് ഓഫ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. അതാണ് കറക്റ്റ് ആൻസർ. സോ കവറിംഗ് യുവർ മൗത്ത് ഓർ നോസ് വിത്ത് എ ടിഷ്യൂ ആൻഡ് ഡിസ്പോസിംഗ് ഓഫ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി.
അപ്പൊ റെസ്പിറേറ്ററി ഓർ കഫ് ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ക്രോസ് കണ്ടാമിനേഷൻ മാക്സിമം മിനിമൈസ് ചെയ്യാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് ഈ റെസ്പിറേറ്ററി ആൻഡ് കഫ് ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്? നമ്മൾ കഫ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുന്ന സമയത്തോ വൈപ്പിംഗ് ബ്ലോയിങ് സമയത്തോ ഒക്കെ നമ്മൾ ഡിസ്പോസിബിൾ ടിഷ്യൂസ് യൂസ് ചെയ്യുക, അത് കവർ ചെയ്യുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക? ഇമ്മീഡിയറ്റ്ലി അത് വേസ്റ്റ് ബിന്നിലേക്ക് ഡിസ്പോസ് ചെയ്യാം. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ ഉടനെ, അതായത് കഫ് ചെയ്ത് കഴിഞ്ഞു, ആ ടിഷ്യൂ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഹാൻഡ് വാഷിംഗ് നടത്തണം വിത്ത് നോൺ ആന്റി മൈക്രോബിയൽ ലിക്വിഡ് സോപ്പ് വെച്ചിട്ടും വാം വാട്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കൈ നന്നായിട്ട് കഴുകണം. ഓക്കെ. പിന്നെ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കൈ ഒരിക്കലും നമ്മളെ കണ്ണിന്റെ അടുത്തോ പിന്നീടും നോസിലോ മൗത്തിലോ ഒന്നും പിടിക്കരുത്, അല്ലെങ്കിൽ അങ്ങോട്ടൊന്നും കൊണ്ട് പോകരുത്. ഓക്കെ. Which of the following is not a standard precaution when handling clinical specimen in the laboratory? Standard precaution അല്ലാത്തത് ഏതാണ്? Ensuring proper specimen labeling, leaving specimen container open to allow for ventilation, minimizing aerosol generation, using appropriate personal protective equipment PPE. So ഇതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്ത ഏതാണ്? ലിവിംഗ് സ്പെസിമെൻ കണ്ടെയ്നർ ഓപ്പൺ. വെരി ഗുഡ്. അതാണ് റോങ് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യാത്ത ഒരെണ്ണം. അപ്പൊ അതാണ് വരിക. ഇൻഫെക്ഷൻ കൺട്രോളിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകളെല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടോ? അതായത് പ്രിക്കോഷൻസിലും നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following preservative is commonly used to preserve urine specimen? യൂറിൻ സ്പെസിമെനെ പ്രിസർവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ പ്രിസർവേറ്റീവ് ഏതാണ്? ബോറിക് ആസിഡ്, ഈഥൈൽ ആൽക്കഹോൾ, ഫോമാലിൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ക്ലാസ് എടുത്തപ്പം? ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. പല PSC എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഏത് പ്രിസർവേറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്? വെരി ഗുഡ്. ഇറ്റ് ഇസ് ബോറിക് ആസിഡ്. ബോറിക് ആസിഡ് ആണ് നമ്മൾ യൂറിന് വേണ്ടിയുള്ള പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് 0.5 ml ഓഫ് ഫ്രീസ് ഡ്രൈഡ് ബോറിക് ആസിഡ് ഗ്ലിസറോൾ ഓർ ബോറിക് ആസിഡ് സോഡിയം ആണ് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട്, യൂറിന്റെ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. അത് നമ്മൾ കുറെ കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ ആഡ് ദിസ് പ്രിസർവേറ്റീവ്. Which of the following is the characteristics of a transport media? ട്രാൻസ്പോർട്ട് മീഡിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൽ ഏതാണ്? റിച്ച് ഇൻ ന്യൂട്രിയൻ, contain high concentration of blood, low in nutrients, that is minimal, contains agar concentration of 5%. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു ട്രാൻസ്പോർട്ട് മീഡിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ്? ഇറ്റ് ഈസ് ലോ ഇൻ ന്യൂട്രിയന്റ്. വെരി ഗുഡ്. അതാണ് കറക്റ്റ് ആൻസർ വരിക. അതായത് ലോ ഇൻ ന്യൂട്രിയന്റ് ആയിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ന്യൂട്രിയൻ റിച്ച് ആണെങ്കിൽ എന്ത് പറ്റും? അതിനകത്തുള്ള മൈക്രോബ്സ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യും. സോ ഒരിക്കലും ട്രാൻസ്പോർട്ട് മീഡിയം ന്യൂട്രിയൻ റിച്ച് ആയിരിക്കരുത്. അപ്പം ട്രാൻസ്പോർട്ട് മീഡിയം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഫോർമുലേറ്റഡ് ടു മെയിൻറ്റെയിൻ ദ വയബിലിറ്റി. അതായത് അത് ജീവനോട് അവിടെ ഇരുന്നാൽ മതി, അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട. ഓക്കെ. സോ വയബിൾ ആയിട്ട് ഇരിക്കുക, അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയ വയബിൾ ആയിട്ട് ഇരുന്നാൽ മതി. ബട്ട് അലോ ഓൺലി എ സ്ലോ റേറ്റ് ഓഫ് റെപ്ലിക്കേഷൻ. അല്ലാതെ അത് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ട്രാൻസ്പോർട്ട് മീഡിയ. സോ ഇറ്റ് ഇസ് ഫോർമുലേറ്റഡ് ടു മെയിൻറ്റെയിൻ ദ വയബിലിറ്റി ഓഫ് ബാക്ടീരിയ. ഇനി ഫെസ്റ്റീരിയസ് സ്ട്രെയിൻസിനെയൊക്കെ ഇതിനെന്ത് ചെയ്യാം? മേ നോട്ട് സർവൈവ് ദ ന്യൂട്രീഷണൽ പുവർ മീഡിയം. മീഡിയത്തിൽ അത് സർവൈവ് ചെയ്യില്ല. ചിലത് എന്ത് ചെയ്യാറുണ്ട്? ഓവർഗ്രോ ചെയ്യാറുണ്ട്. ചില മീഡിയത്തിനകത്ത് അവര് ഓവർഗ്രോ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂട്രിയൻ മീഡിയമും കൂടെ ഒന്ന് നോക്കിയേക്കാം, ചോദിക്കാം ചാൻസ് ഉള്ളതാണിത്. സ്റ്റാർട്സിന്റെ ന്യൂട്രിയൻ മീഡിയം ആണ് ഫസ്റ്റ് വൺ. അത് നമ്മള് നീസീരിയ ഗൊണേറ ഇല്ലേ, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ആദ്യമായിട്ട് അത് ഫോർമുലേറ്റ് ചെയ്തത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തത്. പക്ഷെ നമുക്കിപ്പം സ്പെസിമെന്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇതിനകത്ത് ചാർക്കോൾ ഇംപ്രഗ്നേറ്റഡ് ആയിട്ടുള്ള സ്വാബ്സ് ആണ് വരുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇറ്റ് കോസ് ഡിഫിക്കൽട്ട് ഇൻ ഗ്രാം സ്റ്റെയിൻ ഇന്റർപ്രിട്ടേഷൻ.
ഗ്രാം സ്റ്റെയിൻ ഇന്റർപ്രിട്ടേഷൻസ് ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആക്കാറുണ്ട് ബിക്കോസ് ഇറ്റ് യൂസ് ചാർക്കോൾ ഇംപ്രഗ്നേറ്റഡ് സ്റ്റാമ്പ്സ്. പിന്നെ വരുന്നതാണ് അമീസ് ട്രാൻസ്പോർട്ട് മീഡിയ. ഇതിനകത്ത് ഗ്ലിസറോഫോസ്ഫേറ്റ് മറ്റേ സ്റ്റോർട്സിലുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ചില ഓർഗാനിസം എന്ത് ചെയ്യാറുണ്ട്, ഓവർഗ്രോ ചെയ്യാറുണ്ട്. സോ ഈ അമീസ് മീഡിയത്തില് ഈ ഗ്ലിസറോഫോസ്ഫേറ്റിനെ എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ബാലൻസ് സോൾട്ട് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം, ഒരു മോഡിഫൈഡ് സ്റ്റുവർട്സ് മീഡിയ ആണ് എന്ത്, അമീസ് മീഡിയ എന്ന് പറയാം. ഓക്കെ, അമീസ് മീഡിയ ഇസ് എ മോഡിഫൈഡ് സ്റ്റുവർട്സ് മീഡിയ. ഹിയർ glycerophosphate is replaced with balanced salt solution. പക്ഷെ ആ ചാർക്കോൾ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ബട്ട് ആ ചാർക്കോളിനെ സ്വാബിന് പകരം മീഡിയത്തിലേക്കാണ് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള സ്റ്റുവർട്ട് മീഡിയ ആണ് എന്ത്, അമീസ് മീഡിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ ട്രാൻസ്പോർട്ട് മീഡിയ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് മീഡിയ ആണ് കാരി ബ്ലെയർ ട്രാൻസ്പോർട്ട് മീഡിയ. ഇവിടെ പി എച്ച് എന്ന് പറയുന്നത് ഒരു 8.4 ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഫീക്കൽ സ്പെസിമെന്റെ സർവൈവിങ്ങിന് വേണ്ടിയാണ് ആ ഒരു 8.4 pH, അത്രയും ഹൈ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിനകത്ത് ചാർക്കോൾ ഇല്ല കേട്ടോ, ഇവരുടെ ഫോർമുലയിൽ ചാർക്കോൾ ഇല്ല. ആൻഡ് ദേ ആർ ഗുഡ് ഫോർ സ്റ്റൂൾ സ്പെസിമെൻ. സ്റ്റൂൾ സ്പെസിമെന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മീഡിയ ആണ് ഈ കാരി ബ്ലെയർ മീഡിയ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഇതൊരു ഫീക്കൽ സ്പെസിമെന് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അത് കാമ്പലോബാക്ടർ സ്പീഷീസ് ഉള്ള സ്റ്റൂൾ സ്പെസിമെൻ അല്ലെങ്കിൽ ഫീക്കൽ സ്പെസിമെന് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് വി ക്യാൻ യൂസ് ദിസ് ട്രാൻസ്പോർട്ട് മീഡിയ, അതായത് കാരി ആൻഡ് ബ്ലെയർ ട്രാൻസ്പോർട്ട് മീഡിയ. പിന്നെ ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ ആണ് അടുത്തത്. അതും സ്റ്റൂൾ സ്പെസിമെന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് മീഡിയമാണ് ഈ ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം സ്റ്റൂൾ സ്പെസിമെന് മാത്രം വേണ്ടി, അതിനു വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് മീഡിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ ആണ് കേട്ടോ. സ്റ്റൂൾ സ്പെസിമെന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് അത്. ഓക്കെ, അപ്പൊ നോക്കി, ട്രാൻസ്പോർട്ട് മീഡിയ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ട്രാൻസ്പോർട്ട് മീഡിയ ഫോർമുലേറ്റ് ടു മെയിൻറ്റെയിൻ വയബിലിറ്റി ഓഫ് ബാക്ടീരിയ. വയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ ട്രാൻസ്പോർട്ട് മീഡിയ യൂസ് ചെയ്യുന്നത്. ആൻഡ് ബട്ട് അതെന്തായിരിക്കണം, സ്ലോ റേറ്റ് ഓഫ് റെപ്ലിക്കേഷൻ ആയിരിക്കണം അലോ ചെയ്യേണ്ടത്. ഇനി ഫസ്റ്റീരിയസ് സ്റ്റെയിൻസിന് ചിലപ്പോൾ അതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ന്യൂട്രീഷണൽ പുവർ മീഡിയ. എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കുക. സ്റ്റുവർട്ട് മീഡിയ, അതിനകത്ത് ചാർക്കോൾ ഇംപ്രഗ്നേറ്റഡ് ആയിട്ടുള്ള സ്വാബ്സ് ഉണ്ടായിരിക്കും, യൂഷ്വലി യൂസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് നീസീറിയ ഗൊണേറെ. പിന്നെ അമീസ് മീഡിയ, അവിടെ നമ്മൾ ചാർക്കോൾ കാണും ബട്ട് അത് മീഡിയത്തിലാണ്. ആൻഡ് ഗ്ലിസറോഫോസ്ഫേറ്റിന് പകരം ബാലൻസ്ഡ് സോൾട്ട് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുക. ഇനി കാരി ബ്ലെയർ മീഡിയ, ഇത് നമ്മൾ ഫീക്കൽ അല്ലെങ്കിൽ സ്റ്റൂൾ സ്പെസിമെന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ചാർക്കോൾ ഇതിനകത്ത് ഉണ്ടാവില്ല. കാമ്പലോബാക്ടർ സ്പീഷീസിന്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം സ്റ്റൂൾ സാമ്പിൾസിൽ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബഫേർഡ് ഗ്ലിസറോൾ മീഡിയ ആണ്. ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഓർ ഡിസൈൻഡ് ഓൺലി ഫോർ സ്റ്റൂൾ സ്പെസിമെൻ. ഈ ഫീക്കൽ സാമ്പിൾസിനെ അല്ലെങ്കിൽ സ്പെസിമെനെ മെയിൽ ചെയ്യാനായിട്ട് നമുക്ക് ഈ ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ട്രാൻസ്പോർട്ട് മീഡിയ. ആൻഡ് ദ ലാസ്റ്റ് വൺ, നമ്മളുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിരുന്നു അല്ലേ. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ബാക്ടീരിയൽ സ്ട്രെയിൻ ഈസ് ഓഫൺ സ്ക്രീൻഡ് ഫോർ ഇൻ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് ഡ്യൂ ടു ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു മെത്തിസിലിൻ ആൻഡ് മൾട്ടിപ്പിൾ അതർ ആന്റിബയോട്ടിക് ക്ലാസസ്. മൾട്ടിപ്പിൾ ആന്റിബയോട്ടിക് ക്ലാസസിനും അതുപോലെ മെത്തിസിലിനും റെസിസ്റ്റന്റ് ആയിട്ടുള്ളത് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്, പറയാമോ? ഈക്കോളൈ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, MRSA, മൈക്കോബാക്ടീരിയം, ട്യൂബർക്കുലോസിസ്. ഓക്കെ, വെരി ഗുഡ്. ഇറ്റ് ഈസ് MRSA, മെത്തിസിലിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആണ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അതിന് എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോളൂ. മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് മൈക്രോ ഓർഗാനിസം ഓർ ബാക്ടീരിയ, അവർക്ക് എന്താണ്, ദേ ആർ റെസിസ്റ്റന്റ് ടു സർട്ടൻ ആന്റിബയോട്ടിക് ആൻഡ് ദീസ് ആന്റിബയോട്ടിക്സ് ക്യാൻ നോ ലോnger ബി യൂസ്ഡ് ടു കൺട്രോൾ ഓർ കിൽ ദ ബാക്ടീരിയ. അപ്പൊ ഈ റെസിസ്റ്റൻസ് യൂഷ്വലി അവർക്ക് കിട്ടുന്നത്, നോർമലി ബാക്ടീരിയക്കുള്ള എബിലിറ്റി ആണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ബാക്ടീരിയനെ അവരുടെ ആ ഒരു ഏരിയയിൽ സർവൈവ് ചെയ്യാതിരിക്കാൻ അവർ ആന്റി മൈക്രോബിയൽ ആയിട്ടുള്ള കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ,
അതേപോലെ നമ്മൾ ഈ മൈക്രോബ് ആന്റിബയോട്ടിക്സ് കുറേ നാളിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ തന്നെ അവർക്ക് എന്ത് ഡെവലപ്പ് ചെയ്യും? റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് റീസൺ ആയിട്ട് വരിക. ഇനി എക്സാമ്പിൾ പഠിച്ചു വെച്ചോളൂ. ഫസ്റ്റ് വൺ, മെറ്റിസിലിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ഉണ്ട്, അതാണ് MRSA. വാങ്കോമൈസിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള എൻട്രോകോക്കൈ സ്പീഷീസ് വരുന്നുണ്ട്. കാമ്പമിനസ് പ്രൊഡ്യൂസ് എൻട്രോബാക്ടീരിയസ് വരുന്നുണ്ട്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ദാറ്റ് പ്രൊഡ്യൂസ് എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം ബീറ്റ ലാക്ടമൈസസും മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഓർഗാൻസും ആണ്. അപ്പൊ ഇതിന്റെ എല്ലാം എക്സാമ്പിൾ പഠിച്ചു വെച്ചോളൂ, നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മൾട്ടി ഡ്രഗിൽ വരുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച ടോപ്പിക്സിൽ ഇതൊക്കെയാണ് മെയിനായിട്ടും നമ്മളുടെ അപ്ലൈഡ് മൈക്രോബയോളജിയിൽ ഉള്ളത്. ഇതിൽ ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. അതായത് നമുക്ക് മൈക്രോബയോളജി ഓഫ് വാട്ടർ, ഫുഡ്, എയർ ആൻഡ് മിൽക്ക്, ഇതിൽ 4 നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് മിൽക്കും വാട്ടറും ആണ്. എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ മിൽക്ക് ആൻഡ് വാട്ടറിന്റെ മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിൽ തന്നെ ചോദിക്കാറുള്ളത്, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇൻഡിക്കേറ്റർ ഓർഗാനിസം, അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇൻഡിക്കേറ്റർ ഓർഗാനിസത്തിനെ പറ്റി ചോദിക്കാറുണ്ട്. ഡിറ്റക്ഷൻ, അവർക്കുള്ള ടെസ്റ്റുകൾ, അത് ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വെക്കണം. ആ MPN ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. ഓരോ ടെസ്റ്റുകളില്ലേ, കൺഫർമേറ്ററി ടെസ്റ്റും പ്രിസംറ്റീവ് ടെസ്റ്റും ഒക്കെ, അതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടേ പോകാവുള്ളൂ. പിന്നെ മിൽക്കിന്റെ ഞാൻ പറഞ്ഞ ഡയ റിഡക്ഷൻ ടെസ്റ്റ്, അത് നോക്കുക, അതിനകത്തുള്ള മൈക്രോബ്സ് പഠിച്ചു വെച്ചോളൂ, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് വരുന്നത് സൂനോസിസ് ആണ്. സൂനോസിസിലും ഇതേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആ എക്സാമ്പിൾസ് ആണ്. അതായത് സൂനോസിസിന് എക്സാമ്പിൾസ് ചോദിക്കാം, ഫംഗൽ, ബാക്ടീരിയൽ, അങ്ങനത്തെ രീതിയിൽ സൂനോസിസ് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ, ഓരോ ടൈപ്പില്ലേ അതിന്റെ ഡെഫിനിഷൻ, അതാണ് നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ PSC ഇപ്പോൾ ഡെഫിനിഷൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഡെഫിനിഷൻസ് ഡയറക്റ്റ് തരാറുണ്ട്. വാട്ട് യു മീൻ ബൈ ദിസ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഈ നമ്മൾ പഠിച്ചതിൽ ഏറ്റവും ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഡെഫിനിഷൻ ബേസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതാണ്, അതായത് ആ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഓരോന്നും. അപ്പൊ അതാണ് സൂനോസിസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് സാമ്പിൾ കളക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്. ആ സാമ്പിൾ കളക്ഷനിൽ ഓരോ സാമ്പിളിലും എങ്ങനെയാണ് കളക്ട് ചെയ്യുക, ബ്ലഡ്, യൂറിൻ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, അതൊക്കെ നന്നായിട്ട് നോക്കുക. ആൻഡ് അവരുടെ സാമ്പിൾ ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്നുള്ളതും നോക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ട്രാൻസ്പോർട്ട് മീഡിയ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ യൂറിനിൽ വരുന്ന പ്രിസർവേറ്റീവ് അതിൽ വരുന്നതാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഓക്കെ, എല്ലാത്തിനും 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. അതായത് ആ തന്നിരിക്കുന്ന ടോപ്പിക്സിൽ നിന്നെല്ലാം 2 ക്വസ്റ്റ്യൻ വീതമെങ്കിലും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്, കാരണം 10 മാർക്കാണ് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ വരുന്നത് സ്ക്രീനിങ് ഫോർ മൾട്ടി ഡ്രഗ് ആണ്. അപ്പൊ അത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ഓർഗാനിസത്തിനെ പറ്റി ചോദിക്കാം. ആൻഡ് അവരുടെ സ്ക്രീനിങ് ടെസ്റ്റുകളില്ലേ, അത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസിൽ വരുന്ന ആ സ്റ്റെപ്പുകൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഹാൻഡ് ഹൈജീൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇപ്പം സോളിഡ് ആണെങ്കിൽ എങ്ങനെ ഹാൻഡ് ഹൈജീൻ ചെയ്യാം, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഹൈജീനിൽ എന്തൊക്കെയാണ് വരുന്നത്, അതൊക്കെ നന്നായിട്ട് നോക്കുക. പോയിന്റ് ആയിട്ട് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ട് ബ്രേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ പറഞ്ഞ ആ സ്റ്റെപ്പുകളില്ലേ, ആ സ്റ്റെപ്പുകളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് പഠിച്ചു വെച്ചോളൂ. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഈ ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷനിൽ സാമ്പിൾ കളക്ഷൻ ടോപ്പിക് ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചിരുന്നു അല്ലെ. അതേപോലെ അതിനകത്താണ് നമ്മൾ ഈ കണ്ടെയ്നേഴ്സ് പഠിച്ചത്, ട്രിപ്പിൾ കണ്ടെയ്നർ അല്ലെങ്കിൽ പാക്കേജിംഗ് സിസ്റ്റം ഒക്കെ പഠിച്ചത്. അത് നമ്മൾ മൾട്ടി ഡ്രഗിലാണ് പഠിച്ചത്, അത് പഠിച്ചു വെച്ചേക്കാം. ഔട്ടർ പാക്കേജിങ്ങും പ്രൈമറി കണ്ടെയ്നറും പിന്നെ ഒരു സെക്കൻഡറി കണ്ടെയ്നറും ഒക്കെ ഉണ്ടെന്നുള്ളതും അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് ഒന്ന് നോക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ട്രിപ്പിൾ പാക്കേജിങ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ അപ്ലൈഡ് മൈക്രോബയോളജിയിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് വൈറസും ഉണ്ട്, അപ്ലൈഡ് മൈക്രോബയോളജി ഉണ്ട്. ഹെപ്പറ്റൈറ്റിസിൽ ഞാൻ ഒന്നുകൂടെ പറയാണ്, അതിലെ സ്ട്രക്ചർ, ദാറ്റ് മീൻസ് അവരുടെ ജീനോം പഠിച്ചു വെച്ചേക്കുക. ഡയഗ്നോസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ജീനോം ഒരു കാരണവശാലും പഠിക്കാതെ പോകരുത്. ഈ 6 വൈറസിന്റെയും
ജീനോം നന്നായിട്ട് പഠിച്ചു പോവാം. അതായത് പോസിറ്റീവ് സെൻസ് എന്നുള്ളതും സിംഗിൾ സ്റ്റാൻഡേർഡ് ആണോ ഡബിൾ സ്റ്റാൻഡേർഡ് ആണോ എന്നുള്ളതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോകാവുള്ളൂ, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ അവരുടെ ഡയഗ്നോസിസ് ഞാൻ പറഞ്ഞ പോലെ, അപ്പൊ അത് നന്നായിട്ട് പഠിക്കാം. പിന്നെ ഇപ്പൊ ഞാൻ അപ്ലൈഡ് മൈക്രോബയോളജിയിൽ പറഞ്ഞ ഈ ടോപ്പിക്സ് എല്ലാം നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചേക്കുമായിരിക്കും, ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഏതൊക്കെ ഏരിയ ആണ് നിങ്ങൾ ഒന്നും കൂടെ കവർ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും. അപ്പൊ അത് ഇന്ന് തന്നെ പോയി നോക്കുക, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് കവർ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പൊ മാക്സിമം എല്ലാവരും നന്നായിട്ട് സ്കോർ ചെയ്യാൻ നോക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് അപ്ലൈഡ് മൈക്രോബയോളജി. നന്നായിട്ട് തന്നെ പോവുക, ഈ പറഞ്ഞ ഏരിയാസ് എല്ലാം നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് തന്നെ എക്സാമിന് പോവുക കേട്ടോ. പറഞ്ഞതൊന്നും വിട്ടു പോവരുത്. അത് സ്റ്റേറ്റ്മെന്റ് ലെവൽ വരുന്നത് ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും. സോ ആ സ്റ്റെപ്സുകളെല്ലാം പഠിക്കുക, അതിൽ നിന്ന് ചോദിക്കും. ഡെഫിനിഷൻ വരാൻ ചാൻസ് ഉള്ളത് നമ്മളുടെ ക്ലാസിഫിക്കേഷനിൽ നിന്നായിരിക്കും സൂനോസിസിന്റെ, അത് നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. എല്ലാത്തിന്റെയും ഡെഫിനിഷൻ പഠിച്ചു വെച്ചിട്ട് പോവാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ടൈം ഉണ്ട്. ഇപ്പോ മനസ്സിലായി കാണും ഏതാണ് ക്ലിയർ ആവാത്ത ടോപ്പിക് എന്നുള്ളത്, അത് നന്നായിട്ട് പോയെന്ന് പഠിക്കാം. ഓക്കെ, അപ്ലൈഡ് മൈക്രോബയോളജി ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ഒരു ടോപ്പിക് അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവാം. സോ ഓൾ ദ ബെസ്റ്റ് എവരിവൺ.